അപ്പോൾ ഹോം എന്ന് പറഞ്ഞ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം IFFK പോലുള്ളൊരു സ്ഥലത്ത് സ്ക്രീൻ ചെയ്യാണ്. എന്ത് തോന്നുന്നു, എന്താണ് അഭിപ്രായം? സന്തോഷം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ IFFK ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ ദ വേൾഡ് ആൻഡ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവൽ. അപ്പം നാഷണൽ അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴും നമ്മുടെ നാട്ടിൽ ഹോമിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇതോടെ തീർന്നു. കാരണം IFFK പോലൊരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഇപ്പം ഹോം ഇറങ്ങിയിട്ടിപ്പോൾ 2.5 വർഷമാവുന്നു. അത് OTT-യിലുണ്ട്, സാറ്റലൈറ്റിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ റീൽസും സീൻസും എല്ലാം സോഷ്യൽ മീഡിയ. എന്നാലും ഫുൾ ഹൗസിൽ അത് പ്രദർശനം നടക്കുമ്പോൾ മലയാളികൾ എന്തുമാത്രം ആ സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പം അത് കാണുമ്പോൾ വളരെ സന്തോഷം. അതിലെല്ലാം ഉപരി IFFK പോലൊരു ഫെസ്റ്റിവലിൽ അത് സ്ക്രീൻ ചെയ്യപ്പെട്ടപ്പോൾ നമുക്കതിന് വേണ്ട അംഗീകാരം കിട്ടി എന്നുള്ളൊരു സന്തോഷം. ഈ സിനിമ റിലീസായത് OTT-യിലായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു നമ്മളെല്ലാവരും സിനിമ കാണുന്നത് തിയേറ്ററിൽ കാണാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ അത് എത്ര ഓഡിയൻസിൻ്റെ കൂടെ, അതും സിനിമ ഒരുപാട് സ്നേഹിക്കുന്ന ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അല്ല, അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ കോവിഡായിരുന്നു, തിയേറ്ററുകളിൽ അടഞ്ഞു കിടന്നപ്പോൾ ഹോം അന്ന് OTT-യിലൂടെ വന്നതാണ്. അപ്പം നമ്മൾ തിയേറ്ററുകൾ ഒബ്വിയസ്ലി സിനിമ ഈസ് മെയ്ഡ് ഫോർ തിയേറ്റേഴ്സ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കും അതിൻ്റെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ സ്ക്രീനിങ് ആണ്. അല്ലാതെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ DI സ്റ്റുഡിയോയിലും ഇരുന്ന് കാണുന്ന പോലെയല്ല ഓഡിയൻസിനൂടെ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നത് കാണുമ്പോൾ ആ ചില മൊമെൻറ്റ്സിൽ ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ 2.5 വർഷം കഴിഞ്ഞ ഒരു സിനിമയ്ക്കും ആ ഒരു റെസ്പോൺസ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇത് അന്ന് എങ്ങനെയായിരുന്നേനെ എന്നുള്ള ആലോചിക്കുമ്പോൾ സന്തോഷം. അപ്പം എന്തായാലും ഇങ്ങനെയെങ്കിലും അതിനൊരു ഒരു പ്ലാറ്റ്ഫോം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. പിന്നെ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പം നല്ല പ്രേക്ഷകരുടെ അടുത്തുനിന്ന് അതുപോലെ നോർമൽ ഓഡിയൻസിനെ നിന്നൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കണ്ട ഫിലിമാണ്. ഞാൻ ജിയോ ബേബീനെ വിളിച്ച് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ നെയ്ബറാണ്. എനിക്ക് വളരെ അധികം വർക്കായ ഒരു സിനിമയാണത്. ഇൻ ടേംസ് ഓഫ് അതിൻ്റെ എല്ലാ ഏരിയയും, അതിപ്പം മമ്മൂക്കയുടെ ആക്ടിങ് തൊട്ട് ഒബ്വിയസ്ലി ജിയോ ബേബിയുടെ കൺസീവിങ് ദ ഫിലിം ടു ഡയറക്ഷൻ എൻ്റെ കാസ്റ്റിംഗ് തൊട്ട് ഓരോ ഏരിയയും വളരെ വെൽമെയ്ഡായിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ്.